കാരണം 2018 കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ വവ്വാലുകളുടെ സാന്നിധ്യം നമ്മുടെ നാട്ടിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. എന്നിട്ട് എന്തുകൊണ്ട് മുമ്പേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. ഞാനിത് പല പ്രാവശ്യം ആൻസർ ചെയ്തതാണ്. കാരണം 2018 നിപ്പ കണ്ടുപിടിച്ച സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞതാണ്. കാരണം ഇത് 2018 കേരളത്തിൽ ആദ്യം നിപ്പ കൃത്യമായി ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതെങ്കിലും അത് ഇന്ത്യയിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോ ഉള്ള ആദ്യത്തെ കേസാണെന്ന് ഞാൻ കരുതുന്നില്ല. മുമ്പേ എത്രയോ പ്രാവശ്യം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നിപ്പ ബാധ വന്നിട്ടുണ്ടാവാം. ആ സമയത്തൊക്കെ അത് കണ്ടുപിടിക്കപ്പെടാതെ പോയതാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഒരൊറ്റ കേസാണ് ഇതുവരെ വന്നിരിക്കുന്നത്. 2021 വന്നപ്പോൾ ഒറ്റയാളിലാണ് രോഗം വന്നിരിക്കുന്നത്. അങ്ങനെ പലപ്പോഴും ഇത് വളരെ കുറഞ്ഞ നമ്പറുകളിലേക്ക് രോഗം പോയത് കൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ പോയതായിരിക്കും. അല്ലാതെ ഇത് മുമ്പേ ഇല്ലാത്ത രോഗമോ കണ്ടുപിടിക്കപ്പെടാത്ത രോഗമൊന്നുമല്ല. ഇതിന് ഞാൻ കോഴിക്കോട് ഭാഗത്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞ് കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള പലരും അത് കേട്ടിട്ടുണ്ടാവും. കാരണം നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ ചെറിയ കാടുകളും കാവുകളും ഒക്കെ വളരെ കോമൺ ആയിരുന്നു. ഈ കാവുകളിലൊക്കെ തന്നെ വവ്വാലുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ കുട്ടിയായ സമയത്ത് തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ കാവുകളിലൊക്കെ പോയ പല ആൾക്കാരിലും പിന്നീട് അവർക്ക് ഈ ശരീരത്തിലേക്ക് എന്തോ ഈ ചെകുത്താൻ കയറിയെന്നോ അല്ല അങ്ങനെ കയറിയിട്ടോ പിന്നെ ഈ പെരുമാറ്റത്തിൽ വ്യത്യാസം വന്നു അല്ലെങ്കിൽ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തലച്ചോറിലേക്ക് ബാധിക്കുന്ന ഈ ചില അണുബാധകളാണ് പലപ്പോഴും ഒരാളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുത്തുന്നതും അതല്ലെങ്കിൽ ഈ അപസ്മാരം വരുത്തുന്നതും ഒക്കെ തന്നെ. അപ്പോൾ അത്തരത്തിലൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ആ സമയത്ത് അത് മനസ്സിലാക്കപ്പെടാതെ പോയി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത് 2018 ആദ്യമായി കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു രോഗമാണെന്ന് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഇത് കോഴിക്കോടോ മലപ്പുറത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രോഗമല്ല. ഇത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഉള്ളൊരു രോഗമാണ്. പക്ഷെ അവിടെയൊന്നും അത് കൃത്യമായ രീതിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടാത്തതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്തതോ ആണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലെ വിദഗ്ധരുമായി പല പ്രാവശ്യം ഈ സംവേദിക്കാനും പല മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുക്കാനും സാധിച്ചതാണ്. അപ്പോൾ അവരൊക്കെ തന്നെ അത് കൃത്യമായി സമ്മതിച്ചൊരു കാര്യമാണ്. കാരണം അവരൊന്നും ഇത്തരം കാര്യങ്ങളെ പറ്റി കൂടുതലായി ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം ഈ മസ്തിഷ്ക ജ്വരമായി വരുന്ന ആൾക്കാരിൽ കൃത്യമായി ഈ നിപ്പ ടെസ്റ്റുകൾ നടത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആയിരിക്കാം കാരണം. അല്ലാതെ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അസുഖമാണെന്ന് തോന്നുന്നില്ല.